നമസ്കാരം. സൂര്യൻ്റെ നിഗൂഢതകൾ തേടിയുള്ള മനുഷ്യൻ്റെ പര്യവേക്ഷണങ്ങളിൽ വിപ്ലവകരമായ മാറ്റം കുറിക്കുമെന്ന് കരുതിയ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ-3 ദൗത്യം അപ്രതീക്ഷിതമായ പ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണ്. സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറംപാളിയായ കൊറോണയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട 2 ഉപഗ്രഹങ്ങളിൽ ഒന്ന് നിശബ്ദമായതോടെയാണ് ശാസ്ത്രലോകം ആശങ്കയിലായത്. ഫെബ്രുവരി പകുതിയോടെ ദൗത്യത്തിലെ കൊറോണോഗ്രാഫ് എന്ന ഉപഗ്രഹത്തിന് നിയന്ത്രണം നഷ്ടമാവുകയും ആശയവിനിമയം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. ബഹിരാകാശത്ത് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് അത്യപൂർവ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്ന ഈ ദൗത്യം പുനരുജ്ജീവിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഗവേഷകർ ഇപ്പോൾ. സാധാരണ ബഹിരാകാശ ദൗത്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 സ്വതന്ത്ര ഉപഗ്രഹങ്ങൾ ഒരേ സമയം വിന്യസിച്ചാണ് പ്രോബ-3 പ്രവർത്തിച്ചിരുന്നത്. ഒക്കൽറ്റർ, കൊറോണോഗ്രാഫ് എന്നിവയാണവ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നത് പോലെ ബഹിരാകാശത്ത് വെച്ച് ഒക്കൽറ്റർ ഉപഗ്രഹം സൂര്യൻ്റെ തീക്ഷ്ണമായ പ്രകാശത്തെ മറയ്ക്കുകയും ആ സമയം കൊറോണോഗ്രാഫ് ഉപഗ്രഹം സൂര്യൻ്റെ ബാഹ്യരശ്മികളെ പകർത്തി പഠനം നടത്തുകയുമാണ് ഇതിൻ്റെ രീതി. ഏകദേശം 150 മീറ്റർ അകലത്തിൽ കൃത്യമായ വിടവ് നിലനിർത്തിക്കൊണ്ട് ഈ 2 വാഹനങ്ങളും അതിസങ്കീർണമായ രീതിയിൽ വിന്യസിച്ചിട്ടാണ് ദൗത്യം വിജയകരമായി മുന്നോട്ട് നീങ്ങിയിരുന്നത്. എന്നാൽ ഫെബ്രുവരിയിൽ ഉണ്ടായ സാങ്കേതിക തകരാർ ഈ വിന്യാസത്തെ തകിടം മറിച്ചു. കൊറോണോഗ്രാഫ് ഉപഗ്രഹത്തിന് ബഹിരാകാശത്തെ ദിശാബോധം നഷ്ടമായതാണ് ഈ തിരിച്ചടിക്ക് കാരണമായത്. ഉപഗ്രഹത്തിൻ്റെ ദിശ മാറിയതോടെ ഇതിൻ്റെ സോളാർ പാനലുകൾക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം സംഭരിക്കുവാൻ കഴിയാതെ വരികയും ബാറ്ററികൾ വേഗത്തിൽ തീരുകയും ചെയ്തു. ഊർജ്ജം തീരാറായതോടെ ഉപഗ്രഹം തനിയെ സർവൈവൽ മോഡിലേക്ക് മാറി. ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ മാത്രം പ്രവർത്തിപ്പിച്ച് ബാക്കിയുള്ളവ സ്വയം ഓഫാക്കുന്ന രീതിയാണിത്. ഇതോടെ ഭൂമിയിലെ നിയന്ത്രണ കേന്ദ്രവുമായുള്ള എല്ലാ തരത്തിലുള്ള ആശയവിനിമയങ്ങളും നിലച്ചു. അതീവ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായുള്ള ഈ പ്രവർത്തനം മൂലം ശാസ്ത്രജ്ഞർക്ക് ഉപഗ്രഹത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നിലവിൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് ദൗത്യത്തിലെ 2ാമത്തെ ഉപഗ്രഹമായ ഒക്കൽറ്ററിനെ ഉപയോഗിച്ച് ഒരു സാഹസികമായ നീക്കമാണ്. ഒക്കൽറ്റർ ഉപഗ്രഹം നിലവിൽ ആരോഗ്യപരമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഉപഗ്രഹത്തെ തകരാറിലായ കൊറോണോഗ്രാഫിന് അടുത്തേക്ക് സാവധാനം എത്തിച്ച് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനവും ദിശയും ക്യാമറകളിലൂടെ നിരീക്ഷിച്ച് തിരിച്ചറിയാനാണ് ശ്രമിക്കുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് കൊറോണോഗ്രാഫിൻ്റെ ദിശ ശരിയാക്കുവാനും അതിനെ വീണ്ടും സൂര്യന് അഭിമുഖമായി കൊണ്ടുവരാനും കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു. ഈ നീക്കം വിജയിച്ചാൽ മാത്രമേ ബാറ്ററികൾ ചാർജ് ചെയ്യുവാനും ആശയവിനിമയം പുനഃസ്ഥാപിക്കാനും സാധിക്കുകയുള്ളൂ. 2024 ഡിസംബറിൽ വിക്ഷേപിച്ച പ്രോബ-3 ഇതിനോടകം 60-ലധികം തവണ കൃത്യമായ വിന്യാസത്തിലൂടെ സൂര്യനെ നിരീക്ഷിച്ചിരുന്നു. കൊറോണയിലെ ചൂടും കാന്തിക മണ്ഡലങ്ങളും പഠിക്കുവാൻ മണിക്കൂറുകളോളം നീളുന്ന നിരീക്ഷണ ഡാറ്റ ഈ ദൗത്യം നൽകിയിട്ടുണ്ട്. സൗരവാതങ്ങളും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അവയുണ്ടാക്കുന്ന ആഘാതങ്ങളും മുൻകൂട്ടി അറിയുവാൻ ഈ വിവരങ്ങൾ അത്യാവശ്യമാണ്. ദൗത്യം പൂർണ്ണമായും പരാജയപ്പെട്ടാൽ അത് സൗരപര്യവേക്ഷണ രംഗത്ത് തന്നെ വലിയൊരു നഷ്ടമായിരിക്കും. എങ്കിലും ഉപഗ്രഹത്തിൻ്റെ പുനരുജ്ജീവനത്തിനായി രാപ്പകൽ പണിയെടുക്കുന്ന ശാസ്ത്ര സംഘം ഈ തകരാറിൻ്റെ മൂലകാരണം കണ്ടെത്തി ദൗത്യത്തെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. വെബ് ഡെസ്ക് തത്വമയി TV.